വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും നമുക്ക് ചുറ്റും ഒരുപാട് തിന്മകൾ നിറഞ്ഞ ലോകമാണ്. പ്രിയമുള്ളവരെ, ഈ തിന്മ നിറഞ്ഞ ലോകത്ത് നന്മ ചെയ്യണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. ഈ ലോകത്ത് രണ്ട് ശക്തികളുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ ശക്തിയും മറ്റൊന്ന് തിന്മയുടെ ശക്തിയും. ദൈവത്തിൻ്റെ ശക്തിയെ ദൈവാത്മാവെന്നും തിന്മയുടെ ശക്തിയെ ദുരാത്മാവെന്നും നമുക്ക് വിളിക്കാം. ഈ ലോകത്ത് വസിക്കുന്നത് ദുരാത്മാവെങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് ഈ ലോകത്തിൽ വസിക്കുന്ന ദുരാത്മാവിൻ്റെ മേൽ അധികാരമുണ്ട്. 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം തിരുവചനം, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിൽ ഉള്ളവനേക്കാളും ശക്തനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ ലോകത്തിൽ വസിക്കുന്ന ദുരാത്മാവിനേക്കാളും ശക്തനാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അതിനാൽ നമ്മൾ ഭയപ്പെടേണ്ട. ഈ ലോകത്ത് തിന്മ നിറഞ്ഞ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പാപത്തിൽ വീണു പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് സാധിക്കും. ഈ ലോകം പിശാചിൻ്റെ കയ്യിലാണെങ്കിൽ, ഈ ലോകം തിന്മയുടെ അരൂപിയുടെ കയ്യിലാണെങ്കിൽ പോലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിൽ ഉള്ളവനേക്കാളും ശക്തനാണ്. അതിനാൽ ധൈര്യമായിരിക്കുക. പാപം നമ്മളെ മാടി വിളിക്കുമ്പോൾ അതിൽ വീണു പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം തിരുവചനം, നമ്മുടെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിൽ ഉള്ളവനേക്കാളും ശക്തനാണ്. അതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. നമ്മുടെ ചിന്തകൾ മാറട്ടെ. അങ്ങനെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്നത് നമ്മുടെ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ലെറ്റ്സ് ട്രൈ.